സവർണതയും ഹിന്ദുത്വവും ഭരിക്കുന്ന ഇന്ത്യയിൽ അംബേദ്കർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഒറ്റയ്ക്ക് പോരിനിറങ്ങിയ രാവണനാണ് ചന്ദ്രശേഖർ ആസാദ്. യോഗിയുടെ യുപിയിൽ തന്നെ ജനിച്ച ചന്ദ്രശേഖർ ആസാദ് ഇനി ലോക്സഭയിൽ ദളിത് രാഷ്ട്രീയത്തിന്റെ ശബ്ദം. മായാവതിയും BSPയും അപ്രസക്തമായ ദളിത് രാഷ്ട്രീയ ഭൂമികയിലാണ് ആസാദ് തുടർച്ച കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദളിത്, മുസ്ലിം ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ചന്ദ്രശേഖർ ആസാദിന്റെ രാഷ്ട്രീയം പ്രസക്തമാകുന്നതും സ്വീകരിക്കപ്പെടുന്നതും. ഭീമാർമി ഉണ്ടാക്കി പൊതുരംഗത്ത് സജീവമായ അദ്ദേഹം ആസാദ് സമാജ് പാർട്ടിയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ദളിത് രാഷ്ട്രീയം പറഞ്ഞിരുന്ന മായാവതിയുടെ BSP ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഏറെക്കുറെ അപ്രസക്തമായി. മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും BSP തോൽവി അറിഞ്ഞു. അപ്പോഴാണ് പടിഞ്ഞാറൻ യുപിയിലെ സംവരണ മണ്ഡലമായ നാഗിനയിൽ നിന്ന് 1.51 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചന്ദ്രശേഖർ ആസാദ് വിജയിച്ചു കയറുന്നത്. ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ ആസാദ് സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയായ അദ്ദേഹം 51.19% വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. BJPയുടെ ഓംകുമാറിനെ തറ പറ്റിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ BJPയുടെ വോട്ട് വിഹിതം 36% ആസാദിന്റെ തേരോട്ടത്തിൽ ഒലിച്ചുപോയത്. സമാജ്വാദി പാർട്ടിയുടെ മനോജ് കുമാർ ആയിരുന്നു 3ാം സ്ഥാനത്ത്. 4ാമതെത്തിയ BSPയുടെ സുരേന്ദ്രപാൽ സിംഗിന് ലഭിച്ചതാകട്ടെ 1.33% വോട്ടുകൾ മാത്രം. നാഗിന മണ്ഡലത്തിന് കീഴിൽ 5 അസംബ്ലി സീറ്റുകളാണുള്ളത്. അതിൽ 3 എണ്ണം SP-യുടെയും 2 എണ്ണം BJPയുടെയും കയ്യിലാണ്. അവിടെയാണ് ആസാദിന്റെ വിജയം. 21% ദളിതുകളാണ് മണ്ഡലത്തിലുള്ളത്. അവരിലേറെയും BSPയുടെ വോട്ട് ബാങ്കായ ജാദവുകളാണ്. 50%-ലേറെയാണ് മുസ്ലിം വോട്ട് ബാങ്ക്. താക്കൂർ, ജാട്ട്, ത്യാഗി, ബനിയ എന്നിവരാണ് ബാക്കിയുള്ളവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുപിയിലുടനീളം മുസ്ലിം വോട്ടുകൾ SP കോൺഗ്രസ് സഖ്യത്തിന് പിന്നിൽ ഏകീകരിക്കപ്പെട്ടുവെന്നാണ് BJPക്ക് യുപിയിലുണ്ടായ തിരിച്ചടി തെളിയിക്കുന്നത്. BSPയുടെ അടിത്തറ ഇളകിയെങ്കിലും ജാദവുകൾക്കിടയിൽ ഇപ്പോഴും മായാവതിക്ക് തന്നെയാണ് സ്വീകാര്യത. നാഗിനയിൽ മുസ്ലിം വോട്ടുകൾ മാത്രമല്ല, BSPയുടെ ജാദവ് വോട്ടുകളും ആസാദിനെ പിന്തുണച്ചുവെന്നാണ് വിലയിരുത്തുന്നത്. BSPക്ക് നിലവിലെ ലോക്സഭയിൽ പ്രതിനിധികൾ ആരുമില്ല. ദളിതുകളുടെയും മുസ്ലിങ്ങളുടെയും പ്രശ്നങ്ങൾ ഇനി സഭയിൽ ഉന്നയിക്കാൻ പോകുന്നത് ആസാദാണ്. അത് രാജ്യത്തെ ദളിതരുടെ നേതാവായി മാറാനും മായാവതിക്ക് ബദലായി ഉയരാനും അദ്ദേഹത്തെ സഹായിക്കും. ഇത് BSPയെ കൂടുതൽ ദുർബലമാക്കുമെന്നാണ് ആസാദ് സമാജ് പാർട്ടി വിലയിരുത്തുന്നത്. നാഗിനയിലെ വിജയത്തിന് പിന്നിൽ 2 സവിശേഷതകളുണ്ടെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. മത്സരിക്കാൻ നാഗിന മണ്ഡലം വേണമെന്ന ആസാദിന്റെ നിലപാടിലാണ് ASPയും SPയും തമ്മിലുള്ള സഖ്യ ചർച്ചകൾ വഴിമുട്ടിയത്. പിന്നാലെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചു. വീടാന്തരം കയറിയിറങ്ങി ആസാദ് നാഗിനയുടെ ഹൃദയം കവർന്നു. മറ്റൊന്ന്, 1989 മായാവതി മത്സരിച്ച് വിജയിച്ചത് ഇന്ന് നാഗിന ഉൾപ്പെടുന്ന ബിജ്നോർ മണ്ഡലത്തിൽ നിന്നാണ്. 2008 മണ്ഡല പുനർനിർണയത്തിലാണ് മണ്ഡലം നാഗിനയായത്. മായാവതി ജയിച്ചു കയറിയ മണ്ഡലത്തിൽ നിന്നാണ് ആസാദ് ജയിച്ചു കയറുന്നത് എന്നതിന് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. 2015 ഭീം ആർമി ഭാരത് ഏകതാ മിഷൻ എന്നറിയപ്പെടുന്ന ഭീം ആർമിയുടെ രൂപീകരണത്തോടെയാണ് ചന്ദ്രശേഖർ ശ്രദ്ധ നേടുന്നത്. ദളിതരുടെ അവകാശങ്ങൾക്കായി പോരാടുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചതായിരുന്നു ഈ സംഘടന. തുടർന്ന് രാജ്യത്തെ നിരവധി ദളിത് സംഘങ്ങൾക്കൊപ്പം മാത്രമല്ല, സമരങ്ങളുടെയും മുൻനിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. 2017 സഹാറൻപൂർ ജില്ലയിലെ ഷബ്ബീർപൂർ ഗ്രാമത്തിലെ താക്കൂർ സമുദായവുമായുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ ദളിതുകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയതോടെ രാഷ്ട്രീയ ലോകത്തും ആസാദ് വലിയ തോതിൽ ചർച്ചയായി. ചന്ദ്രശേഖറിനെ അറസ്റ്റ് ചെയ്ത് യോഗി സർക്കാർ രാഷ്ട്രീയ വേട്ട ആരംഭിച്ചു. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. അദ്ദേഹത്തിനെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തി ജയിലിൽ അടച്ചു. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2018 സെപ്റ്റംബറിലാണ് ആസാദിനെ വിട്ടയക്കുന്നത്. BJP തുടങ്ങിവെച്ച വേട്ടയാടലിൽ കരുത്താർജിച്ച ആസാദിനെയാണ് പിന്നീട് കാണുന്നത്. 5 വർഷങ്ങൾക്കിപ്പുറം 2020 മാർച്ചിൽ ആസാദ് സമാജ് പാർട്ടി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. പിന്നാലെ SP, BSP, കോൺഗ്രസ്, രാഷ്ട്രീയ ജനതാദൾ എന്നിവയിൽ നിന്നടക്കമുള്ളവർ പാർട്ടിയിലേക്ക് വന്നു. രാജ്യത്തെ ദളിത് ന്യൂനപക്ഷ വിരുദ്ധ നടപടികൾക്കെതിരെ ശബ്ദിക്കുന്ന നേതാവായി ചന്ദ്രശേഖർ ആസാദ് മാറുന്നതാണ് പിന്നീട് കണ്ടത്. യോഗി സർക്കാർ ജയിലിൽ അടച്ചത് ദളിതുകൾക്കിടയിൽ ആസാദിന്റെ സ്വാധീനം വർദ്ധിക്കാനും ഇടയാക്കി. CAA സമരത്തിനിറങ്ങിയത് ന്യൂനപക്ഷങ്ങൾക്കിടയിലും സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ഡൽഹിയിലെ ഷഹീൻ ബാഗിലെ CAA വിരുദ്ധ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മുൻനിരയിൽ ആസാദ് ഉണ്ടായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജമാ മസ്ജിദിൽ പ്രതിഷേധിച്ചതിന് ഡൽഹി പോലീസ് ചന്ദ്രശേഖർ ആസാദിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. ലൈംഗിക അതിക്രമം നടത്തിയതിന് BJP MPയും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായ ബ്രിജ് ഭൂഷണെതിരെ കായിക താരങ്ങൾ നടത്തുന്ന സമരത്തിലും ഐക്യദാർഢ്യവുമായി അദ്ദേഹം എത്തി.
കേരളത്തിൽ ഇടുക്കി മലങ്കര എസ്റ്റേറ്റിലെ ജാതിഗേറ്റ് തകർത്ത ഭീമാർമി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെയും പ്രതിഷേധിച്ച് ആസാദ് രംഗത്തെത്തിയിരുന്നു. അറസ്റ്റ് ചെയ്തവരെ മോചിപ്പിച്ചില്ലെങ്കിൽ നീതി ഉറപ്പാക്കാൻ കേരളത്തിലെത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ടാഗ് ചെയ്ത് മലയാളത്തിൽ ട്വീറ്റ് ചെയ്ത ആസാദിന്റെ നടപടി വലിയ ചർച്ചയായിരുന്നു. ഇത്തരത്തിൽ രാജ്യം മുഴുവനും ദളിത് പ്രശ്നങ്ങളിൽ ശക്തമായി അദ്ദേഹം ഇടപെട്ടുകൊണ്ടേയിരുന്നു. ജാതിക്കും അധികാര രാഷ്ട്രീയത്തിനുമെതിരെ നിരന്തരം ഉയരുന്ന ശബ്ദമായി. അതിന്റെ ഫലമായി വധശ്രമം വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. തലനാരിഴയ്ക്കാണ് അദ്ദേഹം അന്ന് രക്ഷപ്പെട്ടത്. 4 തവണ വെടിവെച്ചെങ്കിലും 1 തവണ മാത്രമാണ് ആസാദിന് കൊണ്ടത്. ദളിത് രാഷ്ട്രീയം പറഞ്ഞ് രാജസ്ഥാൻ, ഡൽഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആസാദ് തന്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചു. അതിന്റെ തുടക്കം എന്നോണം ആദ്യം BSPയുമായിരുന്നു ചർച്ച. എന്നാൽ ആസാദിനെ അംഗീകരിക്കാൻ മായാവതി തയ്യാറായില്ല. കൈകോർക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞു. എന്നാൽ ദളിത് ബഹുജൻ രാഷ്ട്രീയം ഉയർത്തുന്ന പാർട്ടികളുമായി ആസാദ് ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തി. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവുമായി ആസാദ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സഖ്യസാധ്യതകൾ ആരാഞ്ഞെങ്കിലും ആ ചർച്ചകളും പരാജയപ്പെട്ടു. പിന്നീട് BJP നേതാവും UP മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥിനെതിരെ ഖോരഗ്പൂരിൽ മത്സരിക്കാൻ ആസാദ് രംഗത്തിറങ്ങി. 2022 തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആസാദിന് ദയനീയ തോൽവിയാണ് അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 4ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം. തോൽവിക്ക് പിന്നാലെ രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുന്ന ചന്ദ്രശേഖറിനെയാണ് പിന്നെ UPയും രാജ്യവും കാണുന്നത്. അവിടെ നിന്നാണ് ചന്ദ്രശേഖർ ആസാദ് യോഗി ആദിത്യനാഥിന്റെ മണ്ണിൽ BJP നേതാവിനെ തോൽപ്പിച്ച് കയറി വരുന്നത്.